friends, welcome back to Spices and Flavours. റവ കൊണ്ട് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. 1/2 കപ്പ് യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പൊടിച്ച ഷുഗറാണ്. ഇത് നമുക്കൊരു 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പാണ്. ഇത് കൂടാതെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് സമയമെടുത്ത് തന്നെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. ഇതേ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ നമ്മുടെ കേക്കിന്റെ ബാറ്ററിന് കിട്ടുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ റവ ചേർത്തുകൊണ്ട് തന്നെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. എഗെയിൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഇപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് നമ്മൾ ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കടായോ അല്ലെങ്കിൽ സോസ് പാനോ എടുത്തിട്ട് നമുക്കിതുപോലെ ഓയിൽ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അടുക്കി പിടിക്കുന്നത് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഫ്ലോർ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. നോൺ സ്റ്റിക്ക് പാനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെയും ആവശ്യമില്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ബാറ്റർ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് പകുതി മാത്രമേ പാനിൻ്റെ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണിത്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഈ ക്രിസ്മസിന് അപ്പോൾ നിങ്ങൾ ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 to 35 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ 35 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും ഫ്ലഫി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ക്രിസ്മസിന് ഇത് തയ്യാറാക്കി നോക്കാനും ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.